നമസ്കാരം. ഒരുപാട് മനസ്സിൽ ഭാരം അല്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ. ഭാവിയിൽ എന്ത് സംഭവിക്കും, ഭാവിയിലെ ഏറ്റെടുത്തിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ എപ്രകാരം സാധിക്കും എന്ന് പോലും ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്നതായ സാഹചര്യം ഇവർക്കുണ്ട്. അത്തരമൊരു ജീവിതം തന്നെയാണ്, അത്തരത്തിലൊരു ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പുതുവർഷം 2026 ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യവർഷമായി തന്നെ മാറാം. കാരണം അനുഭവിച്ചു പോരുന്ന പല പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതായ ഒരു വർഷമായി തന്നെ മാറാം. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉള്ളവരാണ് എങ്കിലും ഒരു അത്ഭുതകരമായ മാറ്റം 2026 മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. അതായത് കോട്ടങ്ങളും സംഭവിക്കാം. എന്നാൽ വരാൻ പോകുന്നതായ ആ ദോഷകരമായ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് നിങ്ങൾ ആവശ്യമായ പരിഹാരങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഉറപ്പായും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഈ സമയം പ്രത്യേകിച്ചും ശിവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ എത്ര ദുരിതപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നാലും അല്ലെങ്കിൽ പ്രയാസങ്ങൾ വന്നാലും ഭഗവാനെ പ്രാർത്ഥിച്ച് സാക്ഷാൽ പരമശിവനെ മഹാദേവനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ഫലം വന്നു ചേരും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ സമയം ഇവരെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളെയും പരീക്ഷണങ്ങളെയും ശരിയായ രീതിയിൽ നേരിടുവാനും മഹാദേവന്റെ അനുഗ്രഹത്താൽ തന്നെ ഇവർക്ക് വിജയങ്ങൾ നേടി മുന്നിലേക്ക് എത്തുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് വന്നു ചേരുക. വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണ് എങ്കിലും നാഗപ്രീതിയിലൂടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ കടന്നു വരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുമുള്ള മാറ്റങ്ങൾ കടന്നു വരാവുന്നതാണ്. 2026 എന്ന പുതുവർഷത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി പരാമർശിക്കാൻ പോകുന്നത് വിശദമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് 2026 എപ്രകാരമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം ക്രീം കാളി എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും വന്ദിക്കുക. 2026 എന്ന പുതുവർഷവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയ ജോലി ലഭിക്കുവാനുള്ള അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണാം. അനുകൂലമായ രീതിയിൽ തൊഴിൽപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾ സാക്ഷാൽ പരമശിവനെ ഭജിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ജോലിയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ ലഭിക്കാം. IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ ഉയർച്ചയും വന്നു ചേരാം. ഈ സമയം സഹോദരങ്ങൾ, സഹോദരി, അത്തരത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ സമയം നിങ്ങളെ പ്രധാനമായും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് അധികമായ ചെലവാണ്. ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം, അതായത് ഈ വർഷത്തിന്റെ 2026 എന്ന വർഷത്തിന്റെ മധ്യത്തിൽ പ്രത്യേകിച്ചും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും അവർക്കൊരു ജോലി കിട്ടുന്ന ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട സന്തോഷം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. കുടുംബത്തിലേക്ക് ശാന്തി, സമാധാനം വന്നു ചേരാം. തർക്കങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പരിഹരിച്ച്
രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പ്രധാനമായും ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചിട്ടി പോലുള്ള കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൂടാതെ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന വർഷമാണ്. ഭൂമി വിൽപ്പനയ്ക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ അത് 2026 വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും ഈ വർഷത്തിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലഭിക്കാനുള്ള പണം അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നതായ പണം അല്പമെങ്കിലും കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പണച്ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. കൂടാതെ പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തീരാം. വർഷത്തിന്റെ മധ്യത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അല്ലെങ്കിൽ തിരിച്ചടികൾ വന്നു ചേരാം. ഭാര്യ ഭർത്തൃ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ വലുതാകാതെ നോക്കേണ്ടത് അനിവാര്യമാണ്. മനക്ലേശങ്ങൾ അല്പമൊന്ന് വർദ്ധിക്കാം. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ്. പൂർവിക സ്വത്തുകൾ കൈവരിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഈ വർഷം നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വർഷമധ്യത്തിന് ശേഷം ചെയ്തിരുന്നതായ കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ ഭരണ നക്ഷത്രക്കാർ ആ ഒരു കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക്, പ്രത്യേകിച്ചും സഹപ്രവർത്തകരുമായും അത്തരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമകരമായ ഒരു അവസ്ഥയുണ്ട്. പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതും വാസ്തവമാണ്. ആ പരീക്ഷണ ഘട്ടത്തിന് ഒരു പരിഹാരം വന്നു ചേരുകയാണ്. അല്ലെങ്കിൽ ആ പരീക്ഷണഘട്ടം അവസാനിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും. ഭാവിയെക്കുറിച്ചുള്ള ആവലാതി അകലുന്നതായ ഒരു സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ഭാവിയെക്കുറിച്ചുള്ള ആ വിഷമതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരനായി തന്നെ ധനം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്നതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില ധനപരമായ സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. വീണ്ടും ആരംഭിക്കണം എന്ന് വിചാരിക്കുന്ന ആ കാര്യങ്ങൾ, അതുപോലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാവുന്ന മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിജയങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ്. മത്സര പരീക്ഷകളിലും അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ശത്രുനാശം സംഭവിക്കാവുന്ന ഒരു സമയമാണ്. ശത്രുക്കളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തിരിച്ചടി മറ്റുള്ളവർക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ അത് മഹാദേവന്റെ അനുഗ്രഹത്താലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ലാഭം, കൃഷിക്കാർക്ക് വിജയങ്ങൾ, ലാഭം തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിവാഹം നോക്കുന്നു എങ്കിൽ നടക്കുവാനുള്ള സാധ്യത 2026 കൂടുതൽ തന്നെയാണ്. വിവാഹ കാര്യങ്ങൾ അനുകൂലമാകാം.
നിത്യവും നിങ്ങൾക്ക് സാധിക്കുന്ന അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് സാക്ഷാൽ പരമശിവനെ, മഹാദേവനെ നിങ്ങൾ ഈ സമയം ഭജിക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമമായ ഓം നമഃശിവായ നിങ്ങൾ നിത്യവും ഇപ്രകാരം ഉരുവിടുന്നതും ഐശ്വര്യവർദ്ധനവിന് ഉത്തമം തന്നെയാണ്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തി ശിവക്ഷേത്രത്തിൽ വെച്ചും ഈ ഭജനം നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സാക്ഷാൽ മഹാദേവൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങളുടെ അമ്മയുടെ സഹായം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നേട്ടമായി മാറും, ഭാഗ്യമായി മാറും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. മാതാവിന്റെ, അതായത് നിങ്ങളുടെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ പിൻവിളക്ക് വഴിപാട് നടത്തുന്നതും, അതായത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുകയും മഹാദേവന് പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കുക, അതായത് പാർവതി ദേവിക്ക് പിൻവിളക്ക് നടത്തുക. അതോടൊപ്പം ധാര കൂവളമാല കൂടി സമർപ്പിച്ച് പുതുവർഷത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അടുപ്പിച്ച് 3 ദിവസം നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്തണം എന്ന കാര്യവും ഓർക്കുക. ദുഃഖ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സമയമായി തന്നെ മാറാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കും. ചില തർക്കങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ ചിലരുമായി അകൽച്ചയ്ക്കുള്ള സാധ്യതകൾ, വിദൂര സാധ്യതകളുമുണ്ട്. സംസാര കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിരിക്കും വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുക. അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാം. അതിനാൽ സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. വിദേശത്ത് ജോലി നോക്കുന്നവരാണ് എങ്കിൽ, പഠനാവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. വീട് വിട്ട് നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അപകട സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായും ശ്രദ്ധിക്കുക. കാര്യവിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. കാര്യവിജയങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അതായത് പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്ന അവസ്ഥയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. എന്നാൽ മഹാദേവന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. അതായത് ഭഗവാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കൃത്യമായി സ്വീകരിക്കണം. ഈ പരാമർശിച്ചിരിക്കുന്ന വഴിപാടുകൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നാഗങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും, ആയില്യം ദിവസം പ്രത്യേകിച്ചും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാടുകൾ നാഗക്ഷേത്രത്തിൽ നൽകുന്നതും നിങ്ങളുടെ ഐശ്വര്യവർദ്ധനവിന് ഉത്തമം തന്നെയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് 2026 പൊതുവിൽ അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.